നമസ്കാരം. ഭാരതം ഉത്സവത്തിന് ഒരുങ്ങിയിരിക്കണം. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു. ലോകം ഉറ്റുനോക്കുന്നു ഭാരതത്തെ അയോധ്യയിലേക്ക്. അയോധ്യ ഇന്ന് ലോകത്ത് രണ്ട് ആൾക്കാർ ഈ ഭാരതത്തിൽ ഇപ്പോൾ ഡൽഹിനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടാൾ ഒരുമിച്ച് കൂടുമ്പോൾ അയോധ്യയെ പറ്റിയ സംശയം. അപ്പോൾ അയോധ്യ രാമൻ എന്നുള്ള ഒരു ശബ്ദം എല്ലാ സ്ഥലത്തും മുഴങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, ശ്രീരാമന് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ കാലങ്ങളിലും ശത്രുപക്ഷത്തു നിന്ന് തന്നെ സഹായം കിട്ടിയിരുന്നു എന്നുള്ള അതൊരു വലിയ കഴിവാണ്. കാരണം ശത്രുവിൻ്റെ പക്ഷത്തു നിന്ന് നമ്മൾക്ക് ഒരാളെ പിടിച്ചെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ദൈവികത തന്നെയാണ്. അത് ഇന്നിപ്പോൾ നമ്മളെ ഭാരതത്തിൽ നരേന്ദ്രമോദിക്കും അത് തന്നെയാണ് സാധിച്ചിരിക്കുന്നത്. ശത്രു രാജ്യങ്ങളോ ശത്രുക്കളോ ഉള്ളത് എല്ലാം അദ്ദേഹത്തിൻ്റെ മിത്രങ്ങളായി വന്ന് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിന്ന് കാണുന്നത്. ശ്രീരാമന് ആദ്യകാലങ്ങളിൽ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ, ബാലിയുടെ സഹോദരനായ സുഗ്രീവനാണ് അതിനുവേണ്ടി ഏറ്റവും അധികം സഹായിച്ചത്. അത് കഴിഞ്ഞ് രാമൻ സീതയെ കട്ടുകൊണ്ടുപോയ ലങ്കയിൽ പോയി രാവണനോട് യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും സഹായമായിട്ട് കിട്ടിയത് വിഭീഷണനായിരുന്നു, രാവണൻ്റെ സഹോദരനെ തന്നെ. അതുകൊണ്ടാണ് അവിടെയുള്ള എല്ലാ നീക്കങ്ങളും, ശത്രുവശത്തിലെ നീക്കങ്ങളും മറ്റും ശ്രീരാമൻ അറിയാൻ സാധിച്ചതെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശത്രുപക്ഷത്തും നല്ല വ്യക്തിത്വമുള്ള ഒരു ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കേണ്ട ആൾക്കാരുണ്ടാവും. നമ്മൾ അവരെ തിരിച്ചറിയുക, ആ ശത്രുപക്ഷത്തുനിന്ന് ധർമ്മവും നീതിയും പാലിക്കാൻ പറ്റുന്ന മനുഷ്യർ മുന്നോട്ടിറങ്ങി വരിക എന്നുള്ളൊരു സന്ദേശമാണ് രാമായണം വീണ്ടും നമ്മളുടെ ഇടയിലേക്ക് വെക്കുന്ന ഒരു ആശയം. അപ്പോൾ നമ്മൾ എക്കാലത്തും ശത്രു എന്ന് പറഞ്ഞ ഒരു ഫുൾ ഗാങ്ങിനെ നമ്മൾ ഒരിക്കലും ശത്രുവായി കാണാം. ഒരിക്കലും സ്ഥിരമായൊരു ശത്രു ഇല്ല എന്നല്ലേ നമ്മൾ പറയുന്നത്. അത് തന്നെ സ്ഥിരമായി ഇല്ല എന്നുള്ളതിൽ അതിൽ ആ ശത്രുപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ നിൽക്കും, പ്രപഞ്ചം മുഴുവനും കൂടെ നിൽക്കും. അതാണ് നമ്മൾക്ക് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.